ഹലോ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എല്ലാ ആഴ്ചയും ചെയ്യുന്ന പോലെ തന്നെ വീക്ക്ലി നിഫ്റ്റി അപ്ഡേറ്റും നമ്മുടെ സ്വിംഗ് ട്രേഡിംഗ് വാച്ച് ലിസ്റ്റ് വീഡിയോ ആണ് ഇത്. സോ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ പറയുകയാണ്, ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, മറിച്ച് നമ്മൾ സ്റ്റഡി പർപ്പസിന് വേണ്ടി എല്ലാ ആഴ്ചയും കുറച്ച് സ്റ്റോക്സ് പഠിക്കാറുണ്ട്. അങ്ങനെ പഠിക്കാനായിട്ട് എഡ്യൂക്കേഷണൽ കണ്ടന്റിന് വേണ്ടി എടുക്കുന്ന വീഡിയോ ആണ്. സോ ഇത് റെക്കമെൻഡേഷനായിട്ട് കാണാതെ നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സ്റ്റോക്സും എൻ്റെ നിഫ്റ്റി അനാലിസിസും എല്ലാം കണക്കാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇത് ടോട്ടലി ഒരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് ആണ്. അപ്പോൾ നമ്മളിന്ന് കണ്ടന്റിലേക്ക് പോകും മുന്നേ അതിന് തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. സോ ടെലിഗ്രാം ചാനൽ വളരെ ആക്റ്റീവായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. 120+ മെമ്പേഴ്സ് ഉണ്ട്. പഴയതായിട്ടും അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളായാലും ശരി, ഒന്ന് ചാനൽ കയറാൻ ശ്രമിക്കുക. ജോയിൻ ചെയ്ത ശേഷം വീഡിയോയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുക. ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. മറക്കാതെ തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. എൻ്റെ ട്രേഡിങ്ങിൽ എൻ്റെ ജേർണലും ഞാൻ എടുക്കുന്ന സ്റ്റോക്സ് എല്ലാം ഇതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്കും അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നിഫ്റ്റിയിലെ അപ്ഡേറ്റിലേക്ക് പോയ ശേഷം എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റോക്കിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റി എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് പറയാം. നിഫ്റ്റി ഓൾ ടൈം ഹൈക്ക് സമീപം എത്തിയായിരുന്നു. 26,318 സമീപം എത്തിയതിന് ശേഷം US ഇറാൻ ഇഷ്യൂസും പിന്നെ നമ്മുടെ ട്രംപിൻ്റെ താരിഫ് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് 16% ഇടിഞ്ഞു വന്നിരുന്നു. ആൻഡ് അതിനുശേഷം മാർക്കറ്റ് ഒന്ന് റിക്കവറി ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരു 10% റിക്കവറി ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം മാർക്കറ്റ് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാനൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ പ്രതീക്ഷിച്ചാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു 1 hour ചാർട്ടൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, മാർക്കറ്റ് ഈ 23,800 എന്ന് പറയുന്ന ഈ സോണിലാണ് മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ 24,383, ഇപ്പോൾ ഈ ഏരിയയ്ക്ക് മുകളിൽ മാത്രമേ അഗ്രസീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ ഞാൻ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പം മൺഡേ ഇലക്ഷൻ റിസൾട്ട് വരുന്നത് കൊണ്ട് തന്നെ, ബംഗാൾ, ആസാം തുടങ്ങിയ ഇലക്ഷൻ റിസൾട്ട് വരുന്നത് കൊണ്ട് തന്നെ മേ ബി മാർക്കറ്റ് അഗ്രസീവായിട്ടും ഒക്കെ പെരുമാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്ക് വളരെ കെയർഫുൾ ആയിട്ട് മൺഡേത്തെ ദിവസം ഹാൻഡിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അപ്സൈഡ് മൊമെന്റം ആയാലും ഡൗൺ സൈഡ് മൊമെന്റം ആയാലും ലെവൽസ് ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്തിട്ടേക്കുക. ഓക്കെ, എന്തായാലും ഈ 23,720 to 23,600 ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ 23,159 എന്നുള്ള റേഞ്ചിലേക്ക് ഒരു ഡീപ്പ് സെല്ലിങ്ങിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നിഫ്റ്റി ഇപ്പോഴും ഒരു അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുകയാണെന്നുള്ള രീതിയിൽ തന്നെ മാത്രം മുൻപോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോക്സിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ സ്റ്റോക്സ് ആയിരിക്കും ഞാൻ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം വീണ്ടും പറയുന്നു, ഇതൊരു പഠിക്കാനായിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ആദ്യത്തെ സ്റ്റോക്ക് RK ഫോർജ് ആണ്. ഇപ്പം റിസൾട്ടൊക്കെ വന്ന് ഒരുപാട് പേര് ശ്രദ്ധിച്ചായിരിക്കും. രാമകൃഷ്ണ ഫോർജിങ്സ് എന്ന കമ്പനി അത്യാവശ്യം നല്ലൊരു ബേസ് ഏരിയയിൽ നിന്നും സ്റ്റോക്ക് റിട്ടേൺ അടിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്സുമായിട്ട് പരിചയമില്ലാത്തവർ ശ്രദ്ധിക്കുക. ചുവപ്പ് എന്ന് പറയുന്നത് സെല്ലിംഗ് ക്യാൻഡിലും വൈറ്റ് എന്ന് പറയുന്നത് ബൈയിങ് ക്യാൻഡിലുമാണ്. ഞാൻ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിടാറൊക്കെ ഉണ്ട് രസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സപ്ലൈ ഏരിയ എന്ന് പറയുന്നത് 680 റേഞ്ച് നല്ലൊരു സപ്ലൈ റേഞ്ചാണ്. ഇപ്പം മാർക്കറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 455 റേഞ്ചിൽ നിന്ന് ഡിമാൻഡ് എടുത്ത് മാർക്കറ്റ് അപ്സൈഡ് മൊമെന്റത്തിനുള്ള പോസിബിലിറ്റിയാണ് കാണിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ ബേസ് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു സെല്ലിംഗ് പോയിന്റ് ആണ് 600 റേഞ്ചില്ലേ. 600 തൊട്ട് 615 മുകളിലായിരിക്കും മിക്കവാറും ഒരു ബൈയിങ് പ്രഷറിനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ലാസ്റ്റ് കുറച്ച് ദിവസത്തെ പ്രൈസ് ആക്ഷൻസ് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ നോക്കിയേ, ഈ ഒരു ഏരിയ നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിലിന് ശേഷം മാർക്കറ്റ് എന്താ ചെയ്തതെന്ന് നോക്കിയേ, ഒരു കൺസോൾട്ടേഷൻ തരുന്നു. ആ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്യുന്നു ആൻഡ് അപ്സൈഡ് മൊമെന്റം തരുന്നു. നിങ്ങൾ ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ ശ്രദ്ധിച്ചേ, ഒരുപാട് ബയേഴ്സിനെ പാനിക്കിലാക്കിയിട്ട് കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ്. 18-19% സെല്ലിംഗ്. 1 2 3 4 5 5 ദിവസം കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ തന്നിട്ടാണ് ഈ സ്റ്റോക്ക് എന്താ പറയുക ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ നിർത്തിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരുപാട് ഒരു ഡിമാൻഡ് ഏരിയ ബ്രേക്ക് ചെയ്ത് ഒരുപാട് സെല്ലേഴ്സിനെ ബയേഴ്സിനെ പാനിക്കാക്കി 6ഓളം ദിവസം കണ്ടിന്യൂസ് സെല്ലിംഗ് തന്ന ശേഷം ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു. ശേഷം ഈ സെല്ലിംഗ് പ്രഷർ അബ്സോർവ് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് പോയി. ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതാണ്. കണ്ടില്ലേ, ആ ഒരു ഗ്യാപ്പ്
തന്നാണ് മാർക്കറ്റ് ഹൈ പ്രഷറിൽ കയറിപ്പോയത്. ആൻഡ് മാർക്കറ്റ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് ഒരു സെല്ലിംഗ് സോണിൽ തന്നെയാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത്. ഒരു 600 എന്ന് പറയുന്ന ഒരു സെല്ലിംഗ് ഏരിയയാണ്. അപ്പോൾ 600 സെല്ലിംഗ് ഏരിയ കടക്കാനായിട്ടുള്ള ശ്രമം മാർക്കറ്റ് നടത്തുകയാണ്. നല്ലൊരു പ്രൈസ് ആക്ഷൻ നമുക്കിവിടെ കാണാം. അത്യാവശ്യം നല്ല റിസൾട്ടും വന്നിട്ടുണ്ട്. സോ RK രാമകൃഷ്ണ ഫോർജിങ്സ് അത്യാവശ്യം നല്ലൊരു പ്രൈസ് ആക്ഷൻ ബേസ് ഈ ഒരു വലിയ സെല്ലിംഗ് പ്രഷർ അബ്സോർബ് ചെയ്ത ശേഷം നിൽക്കുകയാണ്. അപ്പം എല്ലാവരും വാച്ച് ലിസ്റ്റിലിട്ട് ഇതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ വരുന്ന ദിവസങ്ങളിൽ മാർക്ക് ചെയ്ത് പഠിക്കുക. അല്ലെങ്കിൽ നമുക്ക് ടെലിഗ്രാമിൽ നിങ്ങൾ നമുക്ക് വേണ്ടി നിങ്ങളുടെ സ്റ്റഡീസ് ഷെയർ ചെയ്യുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഉഷാ മാർട്ടിനാണ്. ഇതും അത്യാവശ്യം നല്ല റിസൾട്ടൊക്കെ വന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ പഠിക്കാനായിട്ട് എടുത്തതാണ്. ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് കേട്ടോ ഉഷാ മാർട്ടിൻ. ചെറിയ ക്വാണ്ടിറ്റികളൊക്കെ ഞാൻ ഹോൾഡ് ചെയ്യാറുള്ളൂ. ഉഷാ മാർട്ടിൻ നിങ്ങളിവിടെ നോക്കിയേ, ഇതിൻ്റെ അവസാന ദിവസങ്ങളിലെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു 500 റേഞ്ചിൽ നിന്ന് തുടങ്ങിയ സെല്ലിംഗ് പ്രഷറാണ്. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അപ്സൈഡ് തന്നു ആൻഡ് ഇവിടെ നിന്ന് ഒരു മോസ്റ്റ്ലി ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു. തിരിച്ച് ഒരു ചെറിയ സെല്ലിംഗ് പ്രഷർ 380 റേഞ്ചിലേക്ക് ഒരു സെല്ലിംഗ് പ്രഷർ തന്ന ശേഷം സ്റ്റോക്ക് എന്ത് ചെയ്തു, വീണ്ടും ബൈയിങ്ങിലേക്ക് തിരികുകയാണ് ഉണ്ടായത്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു പ്രൈസ് ആക്ഷൻ, ചെറിയൊരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഉണ്ടാക്കി മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 450 റേഞ്ചിൽ ട്രേഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഉഷാ മാർട്ടിൻ ഒരു ബ്രേക്ക് ഔട്ടിനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്തായാലും ഒന്ന് നിങ്ങളുടെ ഒരു വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാൻ ശ്രമിക്കാം. 480-500 റേഞ്ചിലേക്കുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകുമോ അതോ ഈ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്ത് താഴെ വരുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഈ ആഴ്ച നമുക്ക് കാണാം. ഓക്കെ, അപ്പം ഒരു 440 ബ്രേക്ക് ചെയ്ത് താഴെ വരുവാണെങ്കിൽ മേ ബി ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വന്നേക്കാം. ആൻഡ് അല്ലെങ്കിൽ ഈ ഒരു 470 നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബൈയിങ് പ്രഷർ വന്നേക്കാം. രണ്ട് സൈഡിലേക്ക് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ എന്തായാലും ഉഷാ മാർട്ടിൻ നിങ്ങൾ വാച്ച് ലിസ്റ്റിലിട്ട് നിങ്ങളുടെ പ്രൈസ് ആക്ഷൻ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് വിദ്യ വയേഴ്സ്. ഞാനിതെല്ലാം കുറേ ദിവസമായിട്ട് വാച്ച് ചെയ്യുന്ന സ്റ്റോക്കാണ് കേട്ടോ. കണ്ടില്ലേ, വിദ്യ വയേഴ്സും IPO ബേസിൽ നിന്ന് 2026 IPO ബേസിൽ 2025 ഡിസംബറിലാണ് വന്ന IPO. അപ്പോൾ ആ ഒരു ബേസിൽ നിന്നും ബ്രേക്ക് ചെയ്തു, 58 എന്ന റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ചെയ്തു ശേഷം നല്ല ഒരു കണ്ടിന്യൂസ് ബൈയിങ് പ്രഷറിലേക്ക് ഈ സ്റ്റോക്ക് നീങ്ങുകയാണ് ഉണ്ടായത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബേസിൽ നിന്ന് മോസ്റ്റ്ലി 80% മൂവ്മെൻ്റ് ആണ് കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട്. കുറച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ സ്റ്റോക്ക് ഇത്രയ്ക്ക് വലിയ മൂവ്മെൻറ്റ് തന്നേക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ടൈറ്റ് ഫ്ലാറ്റ് ഫോർമേഷനുള്ള പോസിബിലിറ്റി നമുക്കിവിടെ കാണാം. ഒരു ചെറിയ കൺസോൾട്ടേഷൻ ബ്രേക്കൗട്ടിന് ശേഷം, അതായത് ഇത്രയും നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും ചെറിയ ലെവലിൽ നിന്നും സ്റ്റോക്ക് അപ്സൈഡ് പോയി ശേഷം ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ ഇതുവരെയായിട്ടും വലിയ രീതിയിൽ വിസിബിൾ ആയിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയവർ ഇതുവരെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. മേ ബി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ശരി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്തായാലും 58 നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് മേ ബി വരുന്ന കാലങ്ങളിൽ ആക്ട് ചെയ്യാം. ആൻഡ് 74 ആണ് പിന്നെ ഞാൻ നോക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഡിമാൻഡായിട്ട്. അപ്പോൾ ഒരു സെല്ലിംഗ് വോളിയം വരുവാണെങ്കിൽ ഇത് നല്ലൊരു റേഞ്ച് ആയിരിക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നു. എന്തായാലും ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാണ് ഒരു 0.5 റേഞ്ച്. ഓക്കെ, ഫിബ് റേഞ്ചിനൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് തിരിച്ചെത്തുമോ, റിട്ടേൺ എത്തുമോ ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും വിദ്യ വയേഴ്സ് ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇടുകയാണ്. പ്രൈസ് ആക്ഷൻ വൈസ് പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് വിദ്യ വയേഴ്സ് ഞാൻ പഠിക്കാനായിട്ട് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളും കണ്ടിന്യൂ ചെയ്യുക, വാച്ച് ലിസ്റ്റിൽ ഇടുക. അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞത് എലിക്കോൺ. ഒരുപാട് ഫേവറേറ്റ് സ്റ്റോക്കാണ് എലിക്കോൺ. നോക്കിയേ, എലിക്കോൺ എല്ലാ സ്റ്റോക്കുകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് വീണ്ടും റിട്ടേൺ അടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം മാർക്കറ്റിൽ കാണുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത്. മോസ്റ്റ്ലി എത്ര % ആണ് ഹൈയിൽ നിന്ന് ഡൗൺ സൈഡ് വന്നത്? 52% ഡൗൺ സൈഡ് വന്നു. ആൻഡ് എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പ്രൈസ് ആക്ഷൻ ബേസ് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് കണ്ടില്ലേ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് തന്നു ആൻഡ് ഒരു ക്ലിയർ സെല്ലിംഗ് എത്ര % സെല്ലിംഗ് ബൈയിങ് നടന്നു. ഈ ഏരിയയിൽ നിന്ന് മോസ്റ്റ്ലി 30% മൂവ്മെൻറ്റ് നടന്നു ആൻഡ് ചെറിയൊരു പുൾ ബാക്ക്. ആ പുൾ ബാക്കിന് ശേഷം ഒരു ഫ്രൈഡേ അത്യാവശ്യം വ്യാഴാഴ്ച നല്ലൊരു ക്ലോസിങ്ങും കിട്ടിയിട്ടുണ്ട്. സോ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുക. എന്തായിരിക്കും എലിക്കോണിൻ്റെ ഫ്യൂച്ചർ ട്രേഡിംഗ് മൂവ്മെൻറ്റ്സ് എന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും 530 എന്ന് പറയുന്നത് ഒരു സെല്ലിംഗ് പ്രഷർ നേരിടാവുന്ന സോണായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഹൈ എന്ന് പറയുന്ന ഏരിയയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം. 600, 575 ഈ റേഞ്ച് എല്ലാം മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേടാവുന്ന പോസിബിലിറ്റി ഉള്ള സോൺസ് ആണ്. അപ്പോൾ എന്തായാലും ഈ ഏരിയാസ് എല്ലാം മാർക്ക് ചെയ്തിടുക. എലിക്കോൺ ഫ്യൂച്ചറിൽ എന്താ ചെയ്യണേ എന്നുള്ള കാര്യം നമുക്ക് വാച്ച് ചെയ്ത് തീരുമാനിക്കാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളത് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ആണ്. കണ്ടില്ലേ, സ്പ്ലിറ്റിനൊക്കെ ശേഷം ഡൗൺ സൈഡ് മൊമെൻറ്റം തന്നു. ഡൗൺ സൈഡ് മൊമെൻറ്റിന് ശേഷം ഇവിടെ വളരെ മൈന്യൂട്ടായിട്ട് ട്രെൻഡ് ലൈൻ സപ്പോർട്ടോട് കൂടി 385 റേഞ്ച് ബ്രേക്ക് ചെയ്യാനായിട്ട്
കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് നോക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ വാച്ച് ലിസ്റ്റ് ഇട്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, ഒരു ഗ്യാപ്പ് അപ്പിന് മുന്നേ ഉണ്ടായിരുന്നു. ഗ്യാപ്പ് അപ്പിന് ശേഷം മാർക്കറ്റ് 385 റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ നോക്കി, 3-4 വട്ടം അറ്റംപ്റ്റ് നടത്തി തിരിച്ചിറങ്ങി. ആൻഡ് വീണ്ടും മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടക്കുകയാണ്. 385 എന്ന് പറഞ്ഞ ഈ സോൺ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് നടത്തുകയാണ്. സോ എല്ലാവരും വാച്ച് ലിസ്റ്റിൽ ഇടുക. കൊട്ടാക്കിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് 370 റേഞ്ച് നിൽക്കുന്നുണ്ട് ആൻഡ് 368 റേഞ്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. ഇപ്പോൾ 360 റേഞ്ചിന് താഴെ വരുവാണെങ്കിൽ വീണ്ടും വീക്ക്നെസ് 340 റേഞ്ചിലേക്ക് തിരിച്ചെത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. വീട്ടിൻ്റെ അടുത്ത് പണിയൊക്കെ നടപ്പുണ്ട്. നമുക്ക് എഡ്യൂക്കേഷനായിട്ട് കണ്ടന്റിൽ പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് നമുക്ക് പഠിക്കാൻ ഞാൻ എടുക്കുന്നത് സൺ ഫാർമസ്യൂട്ടിക്കലാണ്. സൺ ഫാർമ എടുക്കുകയാണ്. ഓക്കെ, സൺ ഫാർമ ഒരു ബോക്സ് ബ്രേക്ക്ഔട്ടിനുള്ള പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. സൺഫാർമ ഡൗൺ സൈഡ് മൊമെൻറ്റം വന്നു. സൺഫാർമ ഡൗൺ സൈഡ് മൊമെൻറ്റ് ഇടയ്ക്ക് വരുന്നതെന്ന് നിങ്ങൾ നോക്കണ്ട. US ബേസ്ഡ് ടാരിഫിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇടയ്ക്ക് വന്ന ഡൗൺ സൈഡാണ്. ആൻഡ് ഇപ്പം നോക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ 1835 to 1853 ആണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുമോ, മറിച്ച് 1720 അങ്ങനെയല്ല. ഇതൊക്കെ നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് സൺഫാർമയിൽ ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ഒരു പുൾ ബാക്ക് ട്രേഡുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒന്ന് പുൾ ബാക്ക് ചെയ്തിട്ട് അപ്സൈഡ് പോകുന്ന ട്രേഡുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ എന്തായാലും ഈ ഒരു ബൈയിങ് ക്യാൻഡലിന് ശേഷം മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിലൊരു ബൈയിങ് പ്രഷർ തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുൾ ബാക്ക് കിട്ടുമോ നമുക്ക് നോക്കാം. 1720 റേഞ്ചിൽ ശേഷം 1935, 1950, 1913, 1940 ഇതൊക്കെയാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് സോണായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ സൺ ഫാർമസ്യൂട്ടിക്കൽ നമുക്ക് കണ്ടിന്യൂസ്ലി നമ്മുടെ വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പം ബ്രിട്ടാനിയ അടുത്ത കമ്പനിയാണ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്. സോ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടതിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഇത് ഇടാനുള്ള കാര്യവും റീസൺസ് എല്ലാം ഞാൻ വരുന്ന ദിവസങ്ങളിൽ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ബ്രിട്ടാനിയ ചെയ്യുന്നതും ഓൾ ടൈം ഹൈയിൽ നിന്നും ഈ സ്റ്റോക്ക് എത്ര % ഡൗൺ സൈഡ് വന്നു നോക്കി. ഓൾ ടൈം ഹൈയിൽ നിന്ന് മോസ്റ്റ്ലി 30% ഡൗൺ സൈഡ് വന്നു. ഡൗൺ സൈഡ് വന്ന ശേഷം ഈ സ്റ്റോക്ക് ഹയർ ഹൈ തരാനായിട്ടുള്ള അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, സ്റ്റോക്ക് റെസിസ്റ്റൻസ് എടുത്ത് താഴെ വന്നു ആൻഡ് വീണ്ടും ഓൾ ടൈം ഹൈ റീച്ച് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്. നിലവിൽ അത്യാവശ്യം നല്ലൊരു ബേസ് ബിൽഡിംഗ് എന്നുള്ള ശ്രമം നടപ്പുണ്ട്. ഇപ്പം ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് നമുക്ക് വാച്ച് ലിസ്റ്റിലിടാം. കഴിവതും ഇതിൻ്റെ പ്രൈസ് ആക്ഷൻസ് പഠിച്ച് മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പം ബ്രിട്ടാനിയ അടുത്തൊരു 2-3 മാസത്തേക്ക് നിങ്ങളൊന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം. അത്യാവശ്യം നല്ലൊരു പ്രൈസ് ആക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു വീക്ക്നെസ് ഒക്കെ മാർക്കറ്റ് അതിജീവിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ ഇതിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്സ് നമ്മൾ പരിശോധിച്ചാൽ, ടെക്നിക്കലി ചാർട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നു. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഫേവറേറ്റ് സ്റ്റോക്കാണ്. എപ്പോഴും ആളുകൾ നിഫ്റ്റിയുടെ സ്ട്രെങ്ത് നോക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം, ഒരുപാട് ഫാക്ടേഴ്സ് റിലയൻസിൻ്റെ പ്രൈസിൽ ഇത് വയ്ക്കും. ക്രൂഡ് പ്രൈസസ്, അങ്ങനെ പല കാര്യങ്ങൾ റിലയൻസ് നിഫ്റ്റിയുടെ സ്ട്രെങ്ത്. അപ്പോൾ ഓക്കെ, റിലയൻസ് എന്തായാലും 1400 റേഞ്ചിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഓൾ ടൈം ഹൈയിലേക്ക് ഉള്ള ഒരു അറ്റംപ്റ്റ് ഉറപ്പായിട്ടും ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 1600 റേഞ്ചിലേക്ക് വരുന്ന ആഴ്ചകളിലേക്ക് അറ്റംപ്റ്റ് നടത്തുന്നതായിരിക്കും. മേ ബി ഒരു പുൾ ബാക്ക് അതിന് മുന്നേ ഈ ഒരു ബേസ് ഏരിയയിലേക്ക് ഈ ഒരുപാട് ബയേഴ്സിനെ ട്രാപ്പ് ചെയ്ത് ഈ ഒരു സെല്ലിംഗ് പ്രഷർ നേരിടാനും പോസിബിലിറ്റി ഉണ്ട്. എന്തായാലും ഞാൻ വരുന്ന മാസങ്ങളിൽ റിലയൻസ് എന്തായാലും ഓൾ ടൈം ഹൈയിലേക്കുള്ള ഒരു അറ്റംപ്റ്റ് ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ എന്തായാലും ഞാൻ റിലയൻസ് എൻ്റെ വാച്ച് ലിസ്റ്റിൽ കണ്ടിന്യൂസ്ലി ഞാനിടും. ഏറ്റവും നല്ല ലോവർ ലെവൽസിൽ ആഡ് ചെയ്യാനായിട്ടും ഞാൻ നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ടൈം ഹൈ ലക്ഷ്യം വെച്ചിട്ട് ഞാൻ എന്തായാലും റിലയൻസ് വരുന്ന ആഴ്ചകളിൽ ടോട്ടലി എൻ്റെ വാച്ച് ലിസ്റ്റിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഇത്രയും സ്റ്റോക്സ് ആണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ആൻഡ് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ ആരും മറക്കണ്ട. ഇതിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലി റീച്ച് ചെയ്യാം. നിങ്ങൾക്ക് എന്നെ കൊണ്ട് കഴിയുന്ന സഹായം എല്ലാം സ്റ്റോക്സിൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.